ബർഗർ ഉണ്ടാക്കാനുള്ളൊരു പരിപാടിയില്ല. അത് നമ്മുടെ കൂട്ടുകാരൻ ഗൾഫിലെ ഷെഫാണ്. അപ്പോൾ ആളുണ്ടാക്കുന്ന പേര് സുബിൻ. അപ്പോൾ ഞങ്ങൾ അതിൻ്റേതായ പർച്ചേസിങ്ങിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഓക്കെ, ഓക്കെ ഓക്കെ. അത് മതിയാ? മതി. ഇതിന് വേണ്ടി നമ്മൾ ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിന് വേണ്ടി ചേരുവകളാണ് ഈ കാണുന്നത്. വെളിച്ചെണ്ണ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി. ഓക്കെ, ഇതിനായിട്ട് മസാല പറ്റാനായിട്ട് ആദ്യം നമ്മൾ മീറ്റ് ചെറുതായിട്ടൊന്ന് വരയും. ഇത് സുബിൻ, എൻ്റെ ചങ്കാട്ട. ആൾ ദുബായിൽ മെക്ഡൊണാൾഡിൻ്റെ കമ്പനിയിൽ ക്രൂ ആണ്. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എനിക്കൊരാഗ്രഹം, എനിക്ക് സ്പൈസി ചിക്കൻ ബർഗർ കഴിക്കാം. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് എന്തിട്ട് വേണ്ടേ? മഞ്ഞൾപ്പൊടി എടുക്കണം. എന്തോരം വേണം? 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഓക്കെ, ബൗളിലേക്ക് പകർത്തി. അതിനുശേഷം മല്ലിപ്പൊടി എന്തോരം വേണം? 1/2 ടീസ്പൂൺ. മുളക് പൊടി 1/2 ടീസ്പൂൺ തന്നെ. 1/2 ടീസ്പൂൺ എന്താ ഇത്? കുരുമുളക് പൊടി. ഓക്കെ, പിന്നെ ഉപ്പ് ആവശ്യത്തിന് കേട്ടോ. അതിനുശേഷം എല്ലാം
സബോള ഇതുപോലെ ചോപ്പ് ചെയ്ത് വെക്കണം. ഇനി ഇതിന് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് മയോണൈസ്, ഗാർലിക് മയോണൈസ്. അടുത്ത ഐറ്റം ചീസാട്ടോ, അത് സ്ലൈസ് ആയിട്ടുള്ളത്. ഇതാണ് ഇതിൽ വേണ്ട മെയിൻ ഐറ്റംസ്. തക്കാളി സ്ലൈസ് ആയിട്ട് അരിഞ്ഞത്, സബോള ചോപ്പ് ചെയ്തത്, ലെറ്റ്യൂസ് ചോപ്പ് ചെയ്തത്, ഗാർലിക് മയോണൈസ്, സ്ലൈസ് ചീസ്. ചിക്കൻ വറക്കണ ചടങ്ങിലേക്ക് കിടക്കുന്ന ഓയിൽ ഇതായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഓരോന്നോരോന്നായി ഈ ഫ്രൈ ചെയ്തിട്ട് എല്ലാം പൊളിക്കല്ലേ. ഓക്കെ, അങ്ങനെ എല്ലാം ചിക്കന് നമ്മൾ ഫ്രൈ പാനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട ചിക്കൻ പീസ് ഈ വലിപ്പമെങ്കിലും വേണം, ഒരു ബണ്ണിൻ്റെ വലിപ്പമെങ്കിലും വേണം അതിന് ശരിക്കും. ചിക്കൻ ഏതാണ്ട് റെഡി ആയി. ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആഹാ, എന്താ ഒരു മണം. ചിക്കൻ റെഡി ആയിട്ട് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് പകർത്തണം. അടുത്തത് നമ്മൾ ബണ്ണ് ടോസ്റ്റ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ ഫ്രൈ പാൻ ഒന്ന് ചൂടാക്കണം. ടോസ്റ്ററൊന്നും ഇല്ല, അത് കാരണം നമ്മൾ ഫ്രൈ പാനിൽ തന്നെയാണ് ടോസ്റ്റ് ചെയ്യുന്നത്.
ബർഗർ സെറ്റ് ചെയ്യാൻ അത് നമ്മളെല്ലാത്തിലേക്കും മയനൈസ് അപ്ലൈ ചെയ്യണം. അതിനുശേഷം നമ്മൾ ഓണിയൻ ഇട്ട് കൊടുക്കണം. ലെറ്റ്യൂസ് നമ്മൾ ഇടണം. അതിന് ശേഷം ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. അറബികളുടെ ഇഷ്ടഭക്ഷണം. അവർ വിശപ്പ് മാറ്റാൻ ഈ സാധനമാണ്, ഈ പച്ചലയാണ് ഇവർ കഴിക്കുന്നത്. പക്ഷെ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. ചെറിയൊരു കനപ്പുണ്ട് ഇതിന്. നമ്മൾ പരമാവധി ക്യാബേജ് അങ്ങനത്തെ സാധനം ഉപയോഗിക്കുകയാണ് നല്ലത്. ഇത് എൻ്റെ ഒരു പൂതിക്ക് ഞാൻ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഗൾഫിലത്തെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവനെ കൊണ്ട് ചെയ്യിച്ചതാണ്. ലെറ്റ്യൂസ് മതി എന്ന് പറഞ്ഞിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല അത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ടൊമാറ്റോ ഓക്കെ. അതിനുശേഷം നമ്മൾ ചീസ് ഒരു ലെയർ വെക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ അതിൽ വെച്ച് കൊടുക്കുകയാണ്. ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ സ്ലൈസായിട്ട് അരിയണം, അതായത് ലെയറായിട്ട് ഒരു. പക്ഷേ അത് കട്ട് ചെയ്തപ്പോൾ ഇതിങ്ങനെ ആയി പോയിന്ന് മാത്രം. പിന്നെ ഫ്രൈ ചെയ്യാനായിട്ട് മുമ്പ് സംഭവം കുറേ ഉണ്ടായിരുന്നു, പക്ഷേ ഫ്രൈ ചെയ്ത് തന്നപ്പോൾ സംഭവം ഒന്ന് മിനിമൈസായി. ഓക്കെ, അതിനുശേഷം നമ്മൾ ചീസ് ഒരു ലെയറും കൂടി. ഈ ചിക്കന് കുറച്ച് ചൂട് വേണം, ചൂടുണ്ടെങ്കിലേ ഈ ചീസ് മെൽറ്റ് ആവുള്ളൂ. അതിനുശേഷം നമ്മൾ ബണ്ണ് വെച്ച് അത് അങ്ങനെ നമ്മുടെ ബർഗർ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ബർഗർ ഗൾഫ് സ്റ്റൈലിൽ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ റെഡിയായി ബർഗർ കഴിക്കാൻ പോകുന്നു. എനിക്കൊരെണ്ണം വെച്ചോളോട്ടോ അപ്പൂസ്. എന്നെ കൂടി കൂട്ടറ ഈ കളിയിൽ. ഒന്നില്ലെങ്കിൽ ഞാൻ ക്യാമറ പിടിച്ച ആളല്ലടാ. നോക്കണ പോലില്ല. ഡെൽച്ചോ ഡെൽ നോക്കടാ ഒന്ന്. ഡെൽച്ചോ ഒന്ന് നോക്കടാ. ഇനി ഇത് ശരിക്കും എങ്ങനെ കഴിക്കേണ്ടതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരട്ടാ. ഈ ക്യാമറ ഒന്ന് പിടിച്ചോട്ടെ. ഓക്കെ, ഇങ്ങനെയാണ് കഴിക്കേണ്ട. രണ്ട് കൈ പിടിച്ച് ഒരു വലിയൊരു കടി അടിച്ച് പൊളിച്ചു മക്കളെ, പൊളിച്ച്. ഇതാണ് ബർഗർ. വാവ്.